ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിലെ കുറച്ച് സ്റ്റോറി ട്രിക്സ് ആണ്. കുറച്ച് വെറൈറ്റി ആയിട്ട് എങ്ങനെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കനോട് അമർത്താം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ സ്റ്റോറിയിൽ ഏതെങ്കിലും ഇമേജസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ലുക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റോറി ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു ഡോട്ട് ഇടുക. അതിന് ശേഷം കുറച്ച് സ്പേസ് കൊടുക്കുക. ശേഷം ഒരു ഡോട്ട് കൂടി ഇടുക. അതിനുശേഷം നമ്മൾ ഈ ഒരു എ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഫുൾഫിൽ ആവും. അതിനുശേഷം ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്പാരൻറ്റ് കളറാവും. ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. സോ ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്തു. ശേഷം ഡൺ എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ശേഷം അതൊന്ന് സൂം ചെയ്യാം. ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് കൊണ്ടുവന്ന് വെക്കുക. അതുപോലെ പല കളറും നമുക്ക് ചെയ്യാൻ സാധിക്കും. ശേഷം ഈ ഒരു ഇമേജ് ഫുള്ള് കവർ ചെയ്യാം. സോ ഒരു വെറൈറ്റി ലുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജസിന് ഒരു വെറൈറ്റി ലുക്ക് നൽകാൻ സാധിക്കും. ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. സോ ഇതാണ് ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ഒരു പിക്ചറിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ നമുക്ക് നൽകാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഫസ്റ്റ് ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ആഡ് ചെയ്യുക. സോ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ടെക്സ്റ്റ് എൻ്റെ ഈ ഒരു സ്റ്റോറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ എഗെയിൻ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെയിം ടെക്സ്റ്റ് നിങ്ങൾ ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക. കളർ നമ്മൾ ഫസ്റ്റ് ഏതെങ്കിലും ഒരു ബ്ലാക്കോ, രണ്ടാമതായിട്ട് ബ്ലാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേറെ കളർ സെലക്ട് ചെയ്യാം. ശേഷം ഡൺ കൊടുക്കുക. ആ ഒരു ടെക്സ്റ്റ് നമ്മൾ അതേ ഒരു വലുപ്പത്തിൽ സൂം ചെയ്യാം. സൂം ചെയ്തതിന് ശേഷം കുറച്ചൊരു ചേഞ്ചസ് വരുത്തി നമ്മൾ ആ ഒരു മുൻപ് എഴുതിയ ആ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുക. സോ നമ്മുടെ ടെക്സ്റ്റിന് ഒരു 3D എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മുടെ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റോറി സെക്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ശേഷം നമ്മൾ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ജിഫിൽ ഏതെങ്കിലും ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു ജിഫ് നിങ്ങൾ സെലക്ട് ചെയ്യാം. സോ ഇപ്പോൾ ഞാൻ ഈ ഒരു ജിഫാണ് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വലുതാക്കി സ്ക്രീൻ ഫുള്ളാക്കുക. ശേഷം നമ്മൾ മുകളിലൊരു ഡൗൺ ആരോ മാർക്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതൊരു വീഡിയോ ഫയലായിട്ട് നമ്മൾ ഫോൺ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഒരു സേവ് ചെയ്ത ആ ഒരു വീഡിയോ ഫയൽ നമ്മൾ സ്റ്റോറിയിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത് കാണുന്ന ആ ഒരു ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശേഷം ഫസ്റ്റ് പെൻ ഐക്കൺ സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കളർ നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്കാണ് ചൂസ് ചെയ്യുന്നത്. ശേഷം സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്ത് പിടിക്കുക. സോ സ്ക്രീൻ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം എറേസ് ചെയ്യാനുള്ള ആ ഒരു ടൂൾ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കുറഞ്ഞ സൈസിലാവുമ്പോഴാണ് കുറച്ചുകൂടി എഫക്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗത്ത് എഴുതാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഹായ് എന്ന് എഴുതുകയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇങ്ങനെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതാം. അതുപോലെ തന്നെ എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ലാസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്റ്റോറി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ഇമേജ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് കൊണ്ടുവരിക. ശേഷം നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സെയിം ട്രിക്കാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടുള്ള രീതിയാണ്. സോ ഫസ്റ്റ് ഒരു ഡോട്ട് ഇടുക. ശേഷം കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഡോട്ട് ഇടുക. അതിനുശേഷം ആ ഒരു കളർ ഫുൾഫിൽ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ സെലക്ട് ചെയ്യുക. ശേഷം നമ്മളത് ഷാഡോ കൊടുക്കേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ ഫുൾ കളറായിട്ട് നമ്മളിതിൽ സെലക്ട് ചെയ്യാം. ശേഷം സൂം ചെയ്യാം.
സൂം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും മറ്റൊരു കളർ സെലക്ട് ചെയ്ത് സെയിം ഒരു സംഭവം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ ഒരു ലൈൻസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെക്സ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമോജീസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ അങ്ങനെ ഇതുപോലെ ഒരു കിടിലൻ വേറൊരു സ്റ്റോറി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഫ്രണ്ട്സ്, ഈ ഒരു ട്രിക്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് നാളെ ജോലിക്ക് പറ്റുന്ന പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ഗുഡ് ബൈ.